ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പഠിപ്പിര എ ടു സെറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കേട്ടിട്ടുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുവരെ പഠിപ്പിര എ ടു സെറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന കേട്ടറ്റ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങളുടെ വോളിൽ ലഭ്യമാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഓൾസോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കാറ്റഗറി 1 പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കാറ്റഗറി 1 മാത്സ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ക്വസ്റ്റ്യൻ: എ ബി സി ഡി ഇ എഫ് ജി എന്നിവ തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളാണ്. എ ബി സി ഡി ഇ എഫ് ജി എന്നിവ തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളാണ്. ബി പ്ലസ് എഫ് 102 ആയാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് പ്ലസ് ജി, അതായത് ആ 7 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ചോദ്യം മനസ്സിലായല്ലോ? ഒന്നും കൂടി പറയാം. എ ബി സി ഡി ഇ എഫ് ജി എന്നിവ തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളാണ്. ബി പ്ലസ് എഫ് 102 ആയാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് പ്ലസ് ജി, അതായത് ആ 7 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻ എ 306, ഓപ്ഷൻ ബി 408, ഓപ്ഷൻ സി 410, ഓപ്ഷൻ ഡി 357. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്നിവ തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളാണ്. ബി എഫ് ഈക്വൽ ടു ബി പ്ലസ് എഫ് ഈക്വൽ ടു 102 ആയാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് പ്ലസ് ജി എത്ര? അതായത് എല്ലാത്തിൻ്റെയും കൂടി തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എ ബി സി ഡി ഇ എഫ് ജി എന്നിവ എണ്ണൽ സംഖ്യകളാണ്. തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂട്ടിയിട്ടായിരിക്കും മറ്റേത് അങ്ങനെയായിരിക്കും വരിക അല്ലെ സംഖ്യ. അതായത് ഫസ്റ്റ് എണ്ണൽ സംഖ്യ എ ബി സി ഡി എന്നിവയാണ്. എ ബി സി ഡി ഇ എഫ് ജി ഇങ്ങനെയാണ് എണ്ണൽ സംഖ്യകൾ. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് ബി പ്ലസ് എഫ് 102. തന്നിരിക്കുന്നത് ബി പ്ലസ് എഫ് എന്നത് 102 ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് പ്ലസ് ജി ഇതിന്റെ വില എത്ര എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. എ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ ബി എന്തായിരിക്കും? എക്സ് പ്ലസ് 1, സി എക്സ് പ്ലസ് 2 അല്ലെ. ഡി എന്നത് എക്സ് പ്ലസ് 3, ഇ എന്നത് എക്സ് പ്ലസ് 4, എഫ് എന്നത് എക്സ് പ്ലസ് 5, ജി എന്നത് എക്സ് പ്ലസ് 6. കാരണം എങ്ങനെയാണ് വന്നത്? എ എക്സ്, ദെൻ അടുത്ത എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് ഒന്ന് കൂട്ടിയിട്ട് എക്സ് പ്ലസ് 1 ആയിരിക്കും. ദെൻ അടുത്ത സി എന്നത് നെക്സ്റ്റ് എണ്ണൽ സംഖ്യ ആണെങ്കിൽ അതിനോട് ഒന്ന് കൂട്ടിയിട്ടായിരിക്കും എക്സ് പ്ലസ് 2. അങ്ങനെയാണ് വരിക അല്ലെ. ഇനി തന്നിരിക്കുന്നത് ബി പ്ലസ് എഫ് ഈക്വൽ ടു 102 എന്ന് തന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക. ബി പ്ലസ് എഫ്, ബി എന്നാണ് നമുക്ക് കിട്ടിയത് എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 1 പ്ലസ് എഫ് എന്താണ്? എക്സ് പ്ലസ് 5 അല്ലെ, ഈക്വൽ ടു 102. Then equation x plus x 2x, 2x plus 6 equal to 102. Okay, then x equal to എന്തായി വരും? 2x equal to 102 മൈനസ് 6 പ്ലസ് 6 സമത്തിന് ഇപ്പുറത്തേനും മൈനസ് സൈൻ 96. ദെൻ x എന്നത് 2x ആണ് 96, x എന്നത് 96/2 ആയിരിക്കും. സമത്തിന് 2x ഇൻറ്റു സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ആകും. 96/2 48. കിട്ടിയത് എങ്ങനെയാണ് മനസ്സിലായില്ലേ? നമ്മൾ ഓരോന്ന് വാല്യൂ അസൈൻ ചെയ്തു. എക്സ് ആണെങ്കിൽ ദെൻ അടുത്ത സംഖ്യ എക്സ് പ്ലസ് 1 അങ്ങനെ എടുത്തു. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ബി പ്ലസ് എഫ് തന്നിട്ടുണ്ട് 102. ദെൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ബി എന്നത് എക്സ് പ്ലസ് 1 ആണ്, എഫ് എന്നത് എക്സ് പ്ലസ് 5, ദെൻ 2x plus 6 equal to 102. ഓക്കെ, ദെൻ എക്സ് കണ്ടു 48. ഇനി നമുക്ക് സമം കാണാൻ കഴിയില്ലേ? ദെൻ നോക്കാം. എ എന്നത് എക്സ്, എ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 48. ഓക്കെ, ദെൻ ഓരോ വില നമുക്ക് എടുക്കാം. ബി എന്നത് 49, സി എന്നത് 50, ഡി എന്നത് 51, അതായത് എക്സ് പ്ലസ് ആ ഫോർമാറ്റിലാണ് ഞാൻ എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇ എന്നത് 52, എഫ് എന്നത് 53, ജി എന്നത് 54. ഓക്കെ, ദെൻ സം നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി അല്ലേ. ഇനി നേരിട്ട് സം കണ്ടാൽ മതി. ഓക്കെ, സം
48 പ്ലസ് 49 പ്ലസ് 50 പ്ലസ് 51 52 53 54. ഓക്കെ, ഇങ്ങനെ കൂട്ടിയിട്ട് എഴുതാം. നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതി ചെയ്യാം. ഓക്കെ, 5 1 5 5 5 250 4 5 ഉണ്ട്. അപ്പൊ 250 250 പ്ലസ് 4 3 7 2 9 1 10 250 പ്ലസ് 10 260. ദെൻ അടുത്തത് 260 309 309 8 309 317 317 357. ഓക്കെ, 357 ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. 357. ഇങ്ങനെ സം ചെയ്യണ്ടേ? 4 3 7 2 9 10 ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 357. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി 357. അണ്ടർസ്റ്റുഡ്? ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 8 കിട്ടുന്നു. അങ്ങനെയെങ്കിൽ അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഒന്നുകൂടി പറയാം. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 8 കിട്ടുന്നു. അങ്ങനെയെങ്കിൽ അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 8. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം കിട്ടുന്നു. അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഇതെങ്ങനെ ചെയ്യാം? ഒരു സംഖ്യ എന്നുള്ളത് എക്സ്. എക്സിനെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണെന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ശിഷ്ടം 8. അങ്ങനെയാണെങ്കിൽ ഇതേ സംഖ്യ എക്സിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ എത്രയാണ് നമുക്ക് ശിഷ്ടം വരുന്നത് അതിനെ മാത്രം ആ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, ഇവിടെ 8 ആണ് ശിഷ്ടം വരുന്നത്. ഓക്കെ, 8നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 8നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ശിഷ്ടം കിട്ടുക? 3 അല്ലെ. 8 1 5 5 3 ശിഷ്ടം 3. അപ്പൊ 3 ആണ് കറക്റ്റ് ആൻസർ. ഉത്തരം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. അണ്ടർസ്റ്റുഡ്? അതായത് ശിഷ്ടം എത്രയാണോ വരുന്നത് അതിനെ ആ സംഖ്യയെ മാത്രം, ആ ശിഷ്ടത്തെ മാത്രം 5 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, ദെൻ ശിഷ്ടം 3 കിട്ടി. 3 8 4 2 9 0 2 5. അതായത് 3,84,29,025-നെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? അതായത് 3,84,29,025 എന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 5. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, 38 42 29 025 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം സംഖ്യ എഴുതാം. 38 42 90 25 ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി. അതായത് 3,84,29,025 എന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മൊത്തമായിട്ട് ഹരിക്കാൻ നിൽക്കരുത്, കാരണം കുറെ സമയം നമുക്ക് നഷ്ടപ്പെടാം. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ഡിവിസിബിലിറ്റി 8ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, 8ന്റെ ഡിവിസിബിലിറ്റി എന്താണ് പറയുന്നത്? ലാസ്റ്റത്തെ 3 ഡിജിറ്റ് 8 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതാണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ 8 കൊണ്ട് നിശേഷം ഹരിക്കാം എന്നാണ് ഡിവിസിബിലിറ്റി റൂൾ പ്രകാരം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സംഖ്യയെ മാത്രം, അവസാനത്തെ ഡിജിറ്റ്സിനെ മാത്രം എടുത്താൽ മതി. അവസാനത്തെ 3 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ് വരുന്നത്. അപ്പൊ 25 എടുത്താൽ മതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശിഷ്ടം എത്ര എന്നുള്ളതാണ്. ഇപ്പൊ 25നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. 25 8 3 ശിഷ്ടം 1 അല്ലെ. 3 8 24 1 ശിഷ്ടം. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ എ. എങ്ങനെയാണ് ചെയ്തത്? 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ, അതായത് അവസാന 3 ഡിജിറ്റ്സ് 8 കൊണ്ട് നിശേഷം ഹരിക്കാനാവുന്നതാണോ എന്ന് നോക്കുക. അങ്ങനെയാണ് ഡിവിസിബിലിറ്റി റൂൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അവസാനത്തെ 3 ഡിജിറ്റ്സ് മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അവസാനത്തെ 3 ഡിജിറ്റ് എടുത്തു 25, അതിനെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. 8 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരും. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 1 ആണ് ശിഷ്ടം കിട്ടുക. ഓക്കെ,
F1 രണ്ട് സംഖ്യകളുടെ തുക 8ഉം ഗുണനഫലം 5ഉം ആയാൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. രണ്ടു സംഖ്യകളുടെ തുക 8ഉം ഗുണനഫലം 5ഉം ആയാൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 5/8, ഓപ്ഷൻ ബി 8/5, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 40. എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ട് സംഖ്യകളുടെ തുക 9ഉം ഗുണനഫലം 5ഉം ആയാൽ അവയുടെ വിൽക്രമങ്ങളുടെ തുക എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കുക. സംഖ്യകൾ എക്സ് വൈ എന്നെടുക്കാം. സംഖ്യ 1 എക്സ് വൈ, ഇതാണ് സംഖ്യകൾ. എക്സ് വൈ എന്നിവയാണ് സംഖ്യകൾ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ തുക അതായത് എക്സ് പ്ലസ് വൈ എത്രയാണ് തന്നിരിക്കുന്നത്? 8. ദെൻ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എത്ര തന്നു? 5. ഗുണനഫലം എന്നുള്ളത് എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ ആണ് ഗുണനഫലം 5. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ സംഖ്യകളുടെ എക്സ് വൈ എന്നീ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക. എക്സിന്റെ വിൽക്രമം എന്താണ്? എക്സിന്റെ വിൽക്രമം 1/x, ദെൻ വൈയുടെ വിൽക്രമം 1/y. അപ്പൊ ഇതിന്റെ തുക എന്നുള്ളത് 1/x പ്ലസ് 1/y. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം, പക്ഷെ ഇത് എളുപ്പമാണ്. കാരണം വിൽക്രമങ്ങളുടെ തുക 1/x പ്ലസ് 1/y. ഇനി ഇതെങ്ങനെയാ ആഡ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ y പ്ലസ് x ഡിവൈഡ് ബൈ x ഇൻറ്റു y. അതായത് y ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു x y ഇൻറ്റു 1 y, x ഇൻറ്റു 1 x ഡിവൈഡ് ബൈ എച്ച് വൈ. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് തന്നിരിക്കുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. എക്സ് പ്ലസ് വൈ, വൈ പ്ലസ് എക്സ് എത്ര തന്നിരിക്കുന്നു? 8. എക്സ് വൈ എത്രയാണ് തന്നിരിക്കുന്നത്? 5. അപ്പൊ 8/5. ഉത്തരം 8/5 ആണ്. 8/5 ഓപ്ഷൻ ബി. ഓക്കെ, എങ്ങനെയാണ് ആദ്യം ചെയ്തത്? എക്സ് വൈ എന്നീ സംഖ്യകൾ എടുത്തു. എക്സ് പ്ലസ് വൈ എന്നുള്ളത് സംഖ്യകളുടെ തുക എന്നുള്ളത് 8, എക്സ് വൈ സംഖ്യയുടെ ഗുണനഫലം എന്നുള്ളത് 5. തന്നിരിക്കുന്നത് കാണാൻ ചോദിക്കുന്നത് വിൽക്രമങ്ങളുടെ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുകയാണ്. അപ്പോ എക്സിന്റെ വിൽക്രമം 1/x, വൈയുടെ വിൽക്രമം 1/y, then 1/x plus 1/y equal to y plus x divided by xy, then x plus y നമുക്കറിയാം 8, xy നമുക്കറിയാം 5, then 8/5 ആൻസർ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. കേടെക് കാറ്റഗറി 1 പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻ അനാലിസിസ് സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുവരെ പഠിപ്പുര A to Z ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന കേടെക് റിലേറ്റഡ് വീഡിയോ നിങ്ങളുടെ ഫോണിൽ ലഭ്യമാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.